ഹലോ, ഗുഡ് മോർണിംഗ് തേർഡ് ഇയേഴ്സ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് കോമൺ നിയോനേറ്റൽ പ്രോബ്ലംസ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നിയോനറ്റോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പല പോർഷൻസ് നമ്മൾ കവർ ചെയ്തു. ഇനിയും ഒരു നിയോനേറ്റ്സിന് ഉണ്ടാകാവുന്ന കോമൺ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അതിനകത്ത് മെയിൻലി നമ്മൾ പഠിക്കുന്നത് 5 കാര്യങ്ങളാണ് മെയിൻലി പഠിക്കാനുള്ളത്. അതായത് മെയിൻലി ഫസ്റ്റ് വൺ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അതായത് ദ ന്യൂ ബോൺസ് വെൻ ദേ ആർ ബോൺ ദേ വിൽ ബി ഷോ സം ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഡ്യൂ ടു വേരിയസ് റീസൺസ്. അതാണ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഹൈപ്പർ ബിലിറൂബിനീമിയ എന്ന് പറഞ്ഞാൽ ദ ബേബീസ് ബിലിറൂബിൻ ലെവൽ will go very high above normal, and the baby will become jaundiced, and it will manifest many other symptomatology, and also the child also needs to be managed for this condition. So this is also a common condition, and this bilirubin is caused by various reasons that people studied in detail. Okay, then third one is meconium aspiration syndrome. അതായത് മെക്കോണി എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റൂൾ ഓഫ് ദ പാസ്ഡ് ബൈ ദ ബേബി ഈസ് കോൾഡ് മെക്കോണിയം. സംടൈംസ് ദിസ് സ്റ്റൂൾ വിൽ ബി പാസ്ഡ് ഇൻസൈഡ് ദ യൂട്രസ് ഇറ്റ്സെൽഫ് ബിഫോർ ദ ചൈൽഡ് ഈസ് ബോൺ, and the amniotic fluid in the uterus will become turbid, and the child may aspirate this meconium, and it will lead to respiratory problem for the child. Okay, and that is what is called meconium aspiration syndrome. That also we will study later. Then infant of diabetic mother. You know, when a baby is born to a diabetic mother, that baby is usually a complicated baby. It has to be managed very efficiently, then only many complications can be prevented, and the baby should be managed well. Okay, then neonatal sepsis. Another problem is neonatal sepsis. Sepsis, we know that when a causative organism is entering the bloodstream and causing toxins there, then it is called a sepsis. This newborn baby, when the neonatal period, when the baby is getting infected like that, and when the baby become toxemic, then it is called neonatal septicemia. Okay, so these are the main 5 conditions which are faced by the neonate. അതിനകത്ത് നമ്മളിത് ഓരോന്നും പ്രത്യേകമായിട്ട് പഠിക്കണം. അതിനകത്ത് ആദ്യത്തെ നമുക്കെടുക്കാം റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ഓക്കെ, ഈ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോമിൻ്റെ ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നതാണ് RDS, respiratory distress syndrome. This disease condition is also known by the name hyaline membrane disease. Hyaline, HYALINE, hyaline membrane disease. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസീസിൻ്റെ പത്തോളജിയുടെ ഭാഗമായിട്ട് ഹൈലിൻ മെംബ്രെയിൻ എന്നും പറഞ്ഞൊരു അബ്നോർമൽ മെംബ്രെയിൻ ലങ്സിൽ ഫോം ചെയ്യും. അതാണ് ഈ ഡിസ്ട്രസ് ഉണ്ടാക്കാൻ മെയിൻ കാരണം. അതുകൊണ്ടാണ് ഈ ഡിസീസിനെ ഹൈലിൻ മെംബ്രെയിൻ ഡിസീസ് എന്നും കൂടെ അറിയപ്പെടുന്നത്. പിന്നെ ദിസ് കണ്ടീഷൻ RDS ഈസ് എ ലീഡിങ് കോസ് ഓഫ് ഡെത്ത് ഇൻ പ്രിമച്വർ ഇൻഫൻസ്. അതായത് മാസം തികയാതെ കുട്ടികൾ അല്ലെങ്കിൽ ടേം ആകാതെ ഉണ്ടാകുന്ന കുട്ടികൾക്കാണ് നമ്മൾ പ്രിമച്വർ ഇൻഫൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇൻഫൻറ്റിലെ ഡെത്തിന് ഒരു കോമൺ കാരണമാണ് ഈ പറയുന്ന റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്ന രോഗാവസ്ഥ. ഓക്കെ, പിന്നെ അതിൻ്റെ ഇൻസിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഒക്കേഴ്സ് ഇൻ 50% ഓഫ് ബേബീസ് ബോൺ അറ്റ് 26 to 28 weeks, and 25% ഓഫ് ബേബീസ് ബോൺ അറ്റ് 30 to 31 week ഓഫ് ജസ്റ്റേഷൻ. എന്ന് പറഞ്ഞാൽ അതായത് കുട്ടികളുടെ ജനിക്കുന്ന സമയത്ത് അവർക്ക് 26-28 ആഴ്ച മാത്രമേ പ്രായമുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള കുട്ടികളുടെ 50% കുട്ടികൾക്കും ഈ RDS ഉണ്ടാകും. ഓക്കെ, അതേസമയം കുറച്ചുകൂടെ പ്രായമുള്ള കുട്ടികളാണ്, അതായത് ജനിക്കുമ്പോൾ ഒരു 30-31 ആഴ്ച വരെ പ്രായമുണ്ടെങ്കിൽ അവർക്ക് ഒരു 25% ആണ് ഈ ഡിസീസ് വരാനുള്ള സാധ്യത. ഓക്കെ, ദറ്റ് ഈസ് ദ എപ്പിഡമിയോളജി ഇൻ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അപ്പോൾ നമ്മൾ വാട്ട് ഈസ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പഠിച്ചു. പിന്നെ എന്താണ് അതിൻ്റെ ലീഡിങ് കോസ്, ആൻഡ് ഓൾസോ വി ഓൾസോ സ്റ്റഡീഡ് ദി എപ്പിഡമിയോളജി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ RDS അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇറ്റ് ഈസ് എ syndrome in premature infants due to developmental insufficiency of surfactant production and structural immaturity of lung. അതായത് പ്രിമച്വർ കുട്ടികളിൽ ലങ് അതിൻ്റെ അല്ലെങ്കിൽ ശ്വാസകോശം അതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തത്തില്ല.
അത് അതിൻ്റെ മെച്യൂരിറ്റി ഇല്ല. അതുകൊണ്ട് പല ഡെവലപ്മെൻ്റൽ പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഇമ്മച്യൂർ ലങ് ആയതുകൊണ്ട് അതിന് അതിൻ്റേതായ ചില പ്രത്യേക ഇൻസഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ടാണ് അതായത് പ്രത്യേകിച്ച് പ്രിമിച്ചർ വിൻഡേജ്, അതായത് മെച്യൂർ ലങ്സ് ആണെങ്കിൽ ആ ലങ്സിൽ സർഫക്റ്റൻ്റ് എന്നും പറഞ്ഞൊരു പ്രത്യേക തരം ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്. സർഫക്റ്റൻ്റ് സ്പെല്ലിംഗ് ഈസ് SURFACTANT. സർഫക്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ഫോസ്ഫോലിപ്പിഡ് ലങ്സിൽ മെച്യൂർ ലങ്സിലുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ശ്വാസം വെളിയിലോട്ട് വിട്ട് കഴിയുമ്പോൾ എയർ ഔട്ടിലായി പോയി കഴിയുമ്പോൾ അതായത് ആൽവിയോള ഒട്ടിപ്പിടിക്കാതെ ഈ പറയുന്ന സർഫക്റ്റൻ്റ് വർക്ക് ചെയ്യും. മനസ്സിലായി? അപ്പോൾ ഇൻസഫിഷ്യൻ്റ് ആയാൽ, അതായത് ലങ്സ് ശരിക്കും മെച്ചറല്ല, സർഫക്റ്റൻ്റ് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തുന്നില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് ഈ പറയുന്ന സർഫസ് ടെൻഷൻ കുറഞ്ഞു പോകുന്നത് കൊണ്ട് കുട്ടികളിലെ ലങ്സ് ആൽവിയോളയുടെ വോൾസ് തമ്മിൽ ഒട്ടിപ്പിടിക്കും. എയർ വെളിയിൽ പോയി കഴിയുമ്പോൾ, എക്സ്പയർ ചെയ്യുന്ന സമയത്ത് എയർ വെളിയിൽ പോയി കഴിയുമ്പോൾ ഈ പറയുന്ന ആൽവിയോളാർ മെംബ്രെയിൻസ് തമ്മിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ പിന്നെ അതിനകത്തോട്ട് എയർ കയറി വരാനും അത് എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ പാടാം. അതാണ് മെയിൻലി ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നം. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ സിൻഡ്രോം ഇൻ പ്രിമച്വർ ഇൻഫൻസ് ഡ്യൂ ടു ഡെവലപ്മെൻ്റൽ ഇൻസഫിഷ്യൻസി ഓഫ് സർഫക്റ്റൻ്റ് പ്രൊഡക്ഷൻ ആൻഡ് സ്ട്രക്ചറൽ ഇമ്മച്യൂരിറ്റി ഓഫ് ലങ്. അതായത് ലങ്സിൻ്റെ സ്ട്രക്ചറൽ ഇമ്മച്യൂരിറ്റി കൊണ്ടാണ്, ശരിക്കും ലങ്സ് നല്ലപോലെ മെച്യൂർ ആകാത്തത് കൊണ്ടാണ്, അത് ഇമ്മച്യൂർ ആകുന്നതുകൊണ്ടാണ് സർഫക്റ്റൻ്റ് പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അവിടെ സർഫസ് ടെൻഷൻ കുറഞ്ഞു പോകുന്നു. അത് ആ ഒരു കാരണം കൊണ്ട് എക്സ്പയർ ചെയ്യുമ്പോൾ കുട്ടിയിലെ ലങ്സിൻ്റെ ആൽവിയോളാർ മെംബ്രെയിൻ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നു. അങ്ങനെ പിന്നെ അതിനകത്തോട്ട് വന്ന് എയർ കയറാൻ ബുദ്ധിമുട്ടാകും. അങ്ങനെ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകുന്നു. ഓക്കെ. പിന്നെ അതിൻ്റെ ഫലമായിട്ട് കുട്ടിക്ക് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാകും. റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കുട്ടി ടക്കിപ്നിക്കാകും. അതായത് ഒത്തിരി റെസ്പിറേറ്ററി റേറ്റ് ഒരുപാട് കൂടും. പിന്നെ ടക്കിക്കാർഡിയ, ഹാർട്ട് റേറ്റ് കൂടും. പിന്നെ ചെസ്റ്റ് റിട്രാക്ഷൻ, അതായത് സാധാരണ നമ്മൾ എയർ ഉള്ളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ കുട്ടിയുടെ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ വെളിയിലേക്ക് എക്സ്പയർ ചെയ്യുമ്പോൾ അത് ഉൾവലിയുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കുട്ടിയുടെ ചെസ്റ്റ് ഒത്തിരി അങ്ങ് റിട്രാക്റ്റ് ചെയ്യും. റിട്രാക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിബ്സും സ്റ്റേണോ എല്ലാം ഒക്കെ ഒരുപാട് ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും കുട്ടി ബ്രീത്ത് ചെയ്യുന്ന സമയത്ത്. അതിനാണ് ചെസ്റ്റ് റിട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. തന്നെയല്ല, അതിനകത്ത് കൂടുതലായിട്ടും പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് കുട്ടിക്ക് ഗ്രണ്ടിങ് എന്ന് പറയുന്ന ഒരു ഫിനോമിന ഉണ്ടാകും. ഗ്രണ്ടിങ് എന്ന് പറഞ്ഞാൽ എയർ വെളിയിൽ പോകുന്ന സമയത്ത് കുട്ടി ഒരു ഒത്തിരി എഫേർട്ട് എടുക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ശബ്ദം കേൾപ്പിക്കുക, അല്ലെങ്കിൽ ഒത്തിരി എഫേർട്ട് ഇടുക, അങ്ങനെ അതിനൊക്കെയാണ് നമ്മൾ ഗ്രണ്ടിങ് എന്ന് പറയുന്നത്. എക്സ്പിറേറ്ററി ഗ്രണ്ടിങ്, അതായത് എയർ വെളിയിലേക്ക് വിടുന്ന സമയത്ത്, എക്സ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം അല്ലെങ്കിൽ ഒരു ഞരക്കം പോലെ, അത്ര എഫേർട്ട് ഇടുന്നതിൻ്റേതായിട്ടുള്ളൊരു ഞരക്കം പോലെ കുട്ടി കേൾപ്പിക്കും. പിന്നെ സൈനോസിസ് ഉണ്ടാകും. എന്തുകൊണ്ടാണ്? കാരണം അത് അതിനകത്ത് പ്രോപ്പർലി വെന്റിലേഷൻ നടക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എയർ പ്രോപ്പർലി ലങ്സിനുള്ളിലേക്ക് കയറാത്തത് കൊണ്ട് ഓക്സിജൻ കോൺസെൻട്രേഷൻ സഫീഷ്യൻറ്റ് കുട്ടിക്ക് കിട്ടുന്നില്ല, അല്ലേ, ലങ്സിൽ. അതുകൊണ്ട് കുട്ടി സൈനോസ്ഡ് ആകും. പിന്നെ അത് വെന്റിലേറ്ററി ഫെയിലിയർ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. തന്നെയല്ല, കുട്ടിയുടെ ബ്ലഡിലെ കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോമുള്ള കുട്ടികൾ കാണിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ടക്കിപ്നിയ കാണിക്കാം, ടക്കിക്കാർഡിയ, ചെസ്റ്റ് റിട്രാക്ഷൻ, അതായത് ചെസ്റ്റ് ഉള്ളിലേക്ക് വലിയുന്ന ഒരവസ്ഥ, പിന്നെ എക്സ്പിറേറ്ററി ഗ്രണ്ടിങ്, അതായത് എയർ വെളിയിലേക്ക് വിടുമ്പോൾ അത് ഒത്തിരി എഫേർട്ട് ഇടുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ഞരക്കം പോലെ ഒരു ശബ്ദം കേൾപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ കുട്ടി സൈനോസ്ഡ് ആകും, കാരണം പ്രോപ്പർ വെന്റിലേഷൻ നടക്കാത്തതുകൊണ്ട് സൈനോസ്ഡ് ആകും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ ബ്ലഡിൽ കൂടുന്നു. അതുകൊണ്ട് കുട്ടി സൈനോസ്ഡ് ആയിട്ടും കാണിക്കും. അപ്പോൾ ഇത്രയാണ് ഈ പറയുന്ന RDSൻ്റെ പ്രത്യേകത. ഓക്കെ.
അപ്പോൾ നമ്മൾ പഠിച്ചു എൻ്റെ മെയിൻ കോസ് ലങ്സിൽ ഇമ്മച്ചുറാണ്, അതുകൊണ്ട് സർഫക്റ്റൻ പ്രൊഡക്ഷൻ സഫിഷ്യൻ്റ് ഇല്ല, അതുകൊണ്ട് സർഫസ് ടെൻഷൻ ലങ്സിലെ സർഫസ് ടെൻഷൻ കുറയുന്നത് കൊണ്ട് ആൽവിയോളൽ വാൾസ് തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നു. അങ്ങനെ കുട്ടിക്ക് പ്രോപ്പർലി ബ്രീത്ത് ചെയ്യാനും എയറിനെ വലിച്ചകത്തേക്ക് എടുക്കാൻ കഴിയാതെ പോകുന്നതുകൊണ്ട് വെന്റിലേഷൻ പ്രോപ്പർലി ലങ്സിൽ നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടി സൈനോസ്ഡ് ആകുന്നു, കാരണം ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ബ്ലഡ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പത്തോജെനിസിസ് അല്ലെങ്കിൽ പത്തോഫിസിയോളജി എന്താണെന്ന് നോക്കാം. ഞാനത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർഫക്റ്റൻ്റ് ഈസ് എ ഫോസ്ഫോലിപ്പിഡ് വിച്ച് റെഡ്യൂസ് ദ സർഫസ് ടെൻഷൻ ഓഫ് ദി ലങ്സ് വിച്ച് അവോയ്ഡ്സ് ആൽവിയോളാർ കൊളാപ്സ് അറ്റ് ദ എൻഡ് ഓഫ് എക്സ്പിറേഷൻ. അതായത് ഈ സർഫക്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കണ്ടെയ്നിങ് ഫോസ്ഫോലിപ്പിഡാണ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി മെച്യൂർ ലങ്സ്. അപ്പം ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് റെഡ്യൂസ് ദ സർഫസ് ടെൻഷൻ ഓഫ് ദ ലങ്സ് which avoids alveolar collapse at the end of expiration. അതായത് ഈ സർഫസ് ടെൻഷൻ കുറയ്ക്കുന്നത് കൊണ്ട് ആൽവിയോളർ വാൾസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ സൂക്ഷിക്കും. അതുകൊണ്ട് അത് ആൽവിയോളർ വാളിൻ്റെ കൊളാപ്സിനെ പ്രിവെൻറ്റ് ചെയ്യും അറ്റ് ദ എൻഡ് ഓഫ് എക്സ്പിറേഷൻ. പക്ഷേ ഈ മെക്കാനിസം ഇവിടെ നടക്കുന്നില്ല. എന്തുകൊണ്ട്? ഡെഫിഷ്യൻസി ഓഫ് സർഫക്റ്റൻ്റ് ഡ്യൂ ടു ഇമ്മ്യൂരിറ്റി ഓഫ് ദി ലങ്സ്, ആൽവിയോളർ കൊളാപ്സ് ആൻഡ് ആൽവിയോളർ നെക്രോസിസ് ഒക്കേഴ്സ്. അതായത് ഈ പറയുന്ന സഫീഷ്യൻ്റായിട്ട് സർഫക്റ്റൻ്റ് ഇല്ലാത്തത് കൊണ്ട് അതെന്താ അങ്ങനെ ഇല്ലാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ലങ്സ് മെച്യൂർ അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദിസ് വിൽ ലീഡ് ടു കൊളാപ്സ് ഓഫ് ദി ആൽവിയോള വിച്ച് മേ ലേറ്റർ ഓൺ ലീഡ് ടു നെക്രോസിസ്. അവിടെ അപ്പോൾ നെക്രോസിസ് ഉണ്ടാകുന്ന വെച്ചാൽ ലങ്സിൻ്റെ കുറച്ച് ഭാഗം അങ്ങ് ഡൈ ചെയ്യും, അല്ലെങ്കിൽ അതങ്ങ് നെക്രോട്ടിക് ആകുന്നുണ്ടെങ്കിൽ വീണ്ടും ആവശ്യത്തിന് സർഫക്റ്റൻ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ലങ് ടിഷ്യൂ വീണ്ടും കുറഞ്ഞു പോവുക ചെയ്യുന്നത്. അപ്പം ഈ കുട്ടിയുടെ ഈ കണ്ടീഷൻ വീണ്ടും കൂടത്തേ ഉള്ളൂ. അതായത് whenever there is alveolar collapse and a resultant alveolar necrosis, again the surfactant production will be still reduced and the condition will be aggravated. Okay, പിന്നെ alveolar necrosis lead to cement-like hyaline membrane inside the lungs which makes the lungs stiff and inelastic, thereby inhibiting gas exchange in the lungs. കണ്ടോ? അതായത് ഇങ്ങനെ ഈ ആൽവിയോളാർ നെക്രോസിസ് ഉണ്ടാകുമ്പോഴത്തേക്ക് ലങ്സിനകത്ത് തന്നെ ഒരു സിമെൻ്റ് ലൈക്ക് ഹൈലിൻ മെംബ്രെയിൻ ഫോർമേഷൻ ഉണ്ടാകും ഇൻസൈഡ് ദ ലങ്. ഈ ഹൈലിൻ മെംബ്രെയിൻ ഫോർമേഷൻ സിമെൻ്റ് ലൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിമെൻറ്റിൻ്റെ കട്ട പോലെ ആകുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക മെംബ്രെയിൻ ലങ്സിനകത്ത് അടിഞ്ഞുകൂടുന്നത് കൊണ്ട് അതിന് പറയുന്ന പേര് ഹൈലിൻ മെംബ്രെയിൻ. ഈ ഹൈലിൻ മെംബ്രെയിൻ അവിടെ വരുന്ന ഉടനെ പിന്നെ ലങ്സ് ഇലാസ്റ്റിക് അല്ല, ഇന്നിലാസ്റ്റിക് ആകും. അതായത് അതിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകും. ഈ സിമെൻ്റ് ലൈക്ക് മെറ്റീരിയൽ ഹൈലിൻ മെംബ്രെയിനോടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പിന്നെ ലങ്സിന് പ്രോപ്പർലി എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുക ചെയ്യുന്നത്. അത് ഈ റെസ്പിറേറ്ററി ഡിസ്ട്രസ്സിനെ കൂട്ടും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട്? കാരണം ലങ്സ് എക്സ്പാൻഡ് ചെയ്യണമല്ലോ, എയർ കയറണമെങ്കിൽ ലങ്സ് എക്സ്പാൻഡ് ചെയ്തേ പറ്റൂ. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഹൈലിൻ മെംബ്രെയിൻ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ദറ്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഇസ് സിമെൻ്റ് ലൈക്ക് ഹാർഡാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്നിലാസ്റ്റിക് ആകുമ്പോഴത്തേക്ക് ലങ്സ് പിന്നെ പ്രോപ്പർലി എക്സ്പാൻഡ് ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പം ഗേഷ്യസ് എക്സ്ചേഞ്ച് പ്രോപ്പർലി നടക്കത്തില്ല. ഗേഷ്യസ് എൻട്രി ആൻഡ് എക്സ്ചേഞ്ച് ഇൻ ദ ലങ്സ് ഈസ് ഇമ്പയർഡ്. ഓക്കെ, അതാണ് ഇതിനകത്ത് നടക്കുന്ന മെയിൻ പത്തോജെനിസിസ്. പിന്നെ ഇതിനകത്ത് ആ പത്തോജെനിസിസിൻ്റെ ഒരു പടം ഇതിനകത്ത് റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പുസ്തകത്തിനകത്തുള്ളതാണ്. ഞാൻ പറയാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊരു വിഷ്വൽ സർക്കിൾ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ടോപ്പിൽ നോക്കിയേ, സർഫക്റ്റൻ്റ് എന്ന് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് സർഫക്റ്റൻ്റ് ഒരു ആരോ ഇട്ട് താഴോട്ട് കാണിച്ചേക്കുന്നുണ്ടോ? ദാറ്റ് ഷോസ് ദ റെഡ്യൂസ്ഡ് എന്നുള്ളതാണ് സിമ്പിൾ. അത് റെഡ്യൂസ്ഡ് സർഫക്റ്റൻ്റ് ആണ് പ്രീറ്റേം ബേബീസിലുണ്ടാകുന്നു. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് റെഡ്യൂസ്ഡ് ലങ് കംപ്ലയൻസ് വരുന്നു. റെഡ്യൂസ്ഡ് ലങ് കംപ്ലയൻസ് പറഞ്ഞാൽ ലങ്സിന് അതിൻ്റെ പ്രോപ്പർ ജോലി ഫങ്ഷൻ ചെയ്യാൻ കഴിയാതെ പോകുന്നു. അതാണ് പറയുന്നത് റെഡ്യൂസ്ഡ് ലങ് കംപ്ലയൻസ്. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് എന്താ? റെഡ്യൂസ്ഡ് ആൽവിയോളാർ വെന്റിലേഷൻ. അതായത് ആൽവിയോളെ പ്രോപ്പർലി എക്സ്പാൻഡ് ചെയ്യുന്നില്ല, അതിനകത്ത് എയർ കയറുന്നില്ല. അങ്ങനെ റെഡ്യൂസ്ഡ് ആൽവിയോളാർ വെന്റിലേഷൻ ഉണ്ടാകും. ദിസ് വിൽ അഗെയിൻ ലീഡ് ടു റെഡ്യൂസ്ഡ് പൾമിനറി ബ്ലഡ് ഫ്ലോ. അപ്പം അതിനകത്തേക്ക് ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് പൾമിനറി ബ്ലഡ് ഫ്ലോ കുറഞ്ഞു പോകും. മനസ്സിലായോ? അങ്ങനെ പൾമിനറി ബ്ലഡ് ഫ്ലോ കുറഞ്ഞു പോകുന്നതുകൊണ്ട് വീണ്ടും ഇറ്റ് വിൽ ലീഡ് ടു
നെക്രോസിസ് ഉണ്ടാകും, ആൽവിയോലർ നെക്രോസിസ് ഉണ്ടാകുമ്പോൾ എഗെയിൻ ഇറ്റ് വിൽ ലീഡ് ടു റിഡക്ഷൻ ഇൻ സർഫക്റ്റൻ്റ്. മനസ്സിലായി? അപ്പോൾ ഈ ഒരു സർക്കിൾ കണ്ടാൽ തന്നെ ഒരെണ്ണം അടുത്ത സ്റ്റേജിൻ്റെ കാരണമാകും, വീണ്ടും അത് അടുത്ത സ്റ്റേജിന് കാരണമാകും. അങ്ങനെ മുന്നോട്ട് പോയി ഇത് റൗണ്ട് അബൌട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഒരു കോസ് അടുത്തതിന് കാരണമാകും, അത് പിന്നെ അടുത്ത ലെവലിന് കാരണമാകും. അങ്ങനെ നമ്മൾ പറയാറുണ്ട് വിഷ്യസ് സർക്കിൾ അല്ലെങ്കിൽ ദൂഷിത വലയം എന്നൊക്കെ പറയുന്നത് അതാ. ഒന്നും അടുത്ത സ്റ്റെപ്പിന് കാരണമാകും, അത് പിന്നെ അടുത്ത സ്റ്റെപ്പിന് കാരണമാകും, അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അതാണ് ഇവിടെ പത്തോജെനിസിസ് ഓഫ് RDS എന്ന് പറയുന്നത്, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ. പിന്നെ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഡയഗ്നോസ് ചെയ്യുന്ന ആദ്യമേ തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി നോക്കുമ്പോൾ കുട്ടിക്ക് ടാക്കിപ്നിയ ഉണ്ടായിരിക്കും, ഗ്രണ്ടിങ്ങും നേസൽ ഫ്ലെയറിങ്ങും ഉണ്ടാകും. ഗ്രണ്ടിങ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അതായത് കുട്ടി ഒത്തിരി എഫേർട്ട് ഇട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കും. പിന്നെ അതുകൂടാതെ നേസൽ ഫ്ലെയറിങ്, അതായത് അതായത് നമ്മുടെ നാസായന്ത്രങ്ങൾ, അതായത് മൂക്കിൻ്റെ 2 ഓപ്പണിങ്ങും എപ്പോഴും അങ്ങ് ഡയലേറ്റ് ചെയ്ത് വരും ഓരോ പ്രാവശ്യം ബ്രീത്ത് എടുക്കുമ്പോൾ. അതാണ് ഞാൻ പറയുന്നത് നേസൽ ഫ്ലെയറിങ് എന്ന്. പിന്നെ അതുകൂടാതെ ബ്രേഡിക്കാർഡിയ ഓർ ടാക്കിക്കാർഡിയ, ചില കുട്ടികളിൽ ബ്രേഡിക്കാർഡിയ കാണിക്കും, ചില സമയത്ത് അത് ടാക്കിക്കാർഡിയയും കാണിക്കാം. പിന്നെ ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പം അത് അറ്റ്ലക്റ്റിയാസിസ് കാണിക്കും. ഇതിനകത്ത് സ്പെല്ലിംഗ് ചില മിസ്റ്റേക്ക് ഉണ്ട്, പ്രോപ്പർലി എഴുതണം. അതായത് കുട്ടിയുടെ കൊളാപ്സ് ഓഫ് ദി ലങ്സിൻ്റെ ചിത്രമായിരിക്കും ചെസ്റ്റ് എക്സ്റേ കാണിക്കുന്നത്. ദാറ്റ് ഈസ് ചെസ്റ്റ് എക്സ്റേ ഷോസ് അറ്റ്ലക്റ്റിയാസിസ്, ATLECTIASIS എന്നാണ് അറ്റ്ലക്റ്റിയാസിസ്. ദെൻ പിന്നെ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്, അതായത് കുട്ടിയുടെ ബ്ലഡ് ഗ്യാസ് നോക്കുമ്പോൾ അതിനകത്ത് PCO2 ലെവൽ വിൽ ബി മോർ ദാൻ 65, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷനെ അത് കാണിക്കുന്നത്. അതെപ്പോഴും എബവ് 65ഉം കുട്ടിയുടെ pH ബിലോ 7.15 ആയിരിക്കും. സാധാരണ നമ്മൾ നോർമൽ pH എന്ന് പറയുന്നത് 7.4 ഒക്കെയാണ്. പക്ഷേ ഇതിനകത്ത് 7.15 എന്ന് പറഞ്ഞാൽ അതിന് ബേബിയുടെ ബ്ലഡിൽ ആൽക്കലിനിറ്റി വളരെ കുറഞ്ഞു പോയിട്ട് അസിഡോട്ടിക് ആയിരിക്കുക ചെയ്യുന്നത് ബ്ലഡ്. മനസ്സിലായി? അതാണ് 7.15 എന്ന് പറയുന്നത്. അപ്പം ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് നോക്കിയാൽ ഹൈ കോൺസെൻട്രേഷനും പൾമിനറി ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് സാച്ചുറേഷനും കാണാൻ പറ്റും. അതുപോലെ തന്നെ 65 ആൻഡ് എബവ് ആണ്. പിന്നെ pH ലെവൽ 7.15 ആകാം. പിന്നെ ഷേക്ക് ടെസ്റ്റ് എന്നും പറഞ്ഞൊരെണ്ണമുണ്ട്. ഈ ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സർഫക്റ്റൻ്റ് ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ്. അതായത് ഈ ടെസ്റ്റ് നെഗറ്റീവായിട്ട് കാണിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സർഫക്റ്റൻ്റ് ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്ന് ഫിസിക്കൽ എക്സാമിനേഷൻ, അതായത് കുട്ടിയുടെ ജനറൽ അപ്പിയറൻസ് നോക്കും, എങ്ങനെയാണ് ടാക്കിപ്നിയ ഉണ്ടോ, ടാക്കിക്കാർഡിയ ഉണ്ടോ, നേസൽ ഫ്ലെയറിംഗ് ഉണ്ടോ, ഗ്രണ്ടിങ് ഉണ്ടോ, ഇതൊക്കെ നോക്കും. ചെസ്റ്റ് റിട്രാക്ഷൻ ഉണ്ടോ, ഇതൊക്കെ നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് എക്സ്റേ നോക്കണം, പിന്നെ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്, പിന്നെ ഷേക്ക് ടെസ്റ്റ്. ഇത്രയാണ് ഈ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. അടുത്തത് ഇനി എങ്ങനെ ഈ കുട്ടിയെ മാനേജ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അതായത് മാനേജ്മെൻറ്റിന് പല സ്റ്റെപ്പും ഉണ്ട്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടു മോണിറ്ററിങ് ദ ബേബീസ് കണ്ടീഷൻ. ബേബി എന്നാണ് അവിടെ വേർഡ്, ബേബീസ്, മോണിറ്ററിങ് ദ ബേബീസ് കണ്ടീഷൻ. പിന്നെ സെക്കൻഡ് ഈസ് ഇൻഫ്യൂഷൻ ടു മെയിൻറ്റെയിൻ ആസിഡ് ബേസ് ബാലൻസ്. തേർഡ് വൺ വെന്റിലേറ്ററി സപ്പോർട്ട് ആൻഡ് ഓക്സിജനേഷൻ. നെക്സ്റ്റ് വൺ ഈസ് മെയിൻറ്റെയിനിങ് വാംത് ആൻഡ് ഹ്യൂമിഡിറ്റി ഇൻ ദ എൻവയൺമെൻറ്റ്. ദെൻ സർഫക്റ്റൻ്റ് തെറാപ്പി. Then next one, administration of drugs such as antibiotic, vitamin E, etc. ഓക്കെ. അപ്പോൾ ഇത്രയാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാന ഭാഗങ്ങൾ. മോണിറ്ററിങ് ദ ബേബീസ് കണ്ടീഷൻ, IV infusion to maintain acid base balance, then ventilatory support and oxygenation, then maintaining warmth and humidity, അതുകൂടാതെ സർഫക്റ്റൻ്റ് തെറാപ്പി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് അതർ ഡ്രഗ്സ് സച്ച് ആസ് ആൻറ്റിബയോട്ടിക്സ് ആൻഡ് വൈറ്റമിൻ ഇ. ഇത് നമുക്ക് ഓരോന്ന് നോക്കുമ്പം, അതായത് ഫസ്റ്റ് വൺ മോണിറ്ററിങ് ദ ബേബീസ് കണ്ടീഷൻ. അതായത് കുട്ടിയെ നന്നായിട്ട് മോണിറ്റർ ചെയ്യണം. അതായത് നമ്മൾ ആദ്യമേ തന്നെ ബേബിയുടെ കെയർ പഠിച്ചപ്പോൾ മോണിറ്ററിങ്ങിനകത്ത് ഒരു
നേഴ്സിംഗ് ഫാക്കൽറ്റിക്കോ അല്ലെങ്കിൽ നേഴ്സിംഗ് പേഴ്സണോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡറിന് എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ജനറലായിട്ടൊന്ന് പഠിച്ചതാണ്. ഇതിനകത്ത് സ്പെഷ്യലി ചില പ്രത്യേക കാര്യങ്ങളും കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ റെക്ടൽ ഓർ സ്കിൻ ടെമ്പറേച്ചർ and or rectal or skin temperature should be checked hourly till it is stable, and then it should be checked 4 hourly. അതായത് കുട്ടിയുടെ ടെമ്പറേച്ചർ അത് റെക്ടലാണോ അല്ലെങ്കിൽ ആക്സിലറി ആകാം, എങ്ങനെയെങ്കിലും അത് അവർലി ചെക്ക് ചെയ്യണം, അത് സ്റ്റേബിൾ ആകുന്നിടം വരെ. കാര്യം എന്ന് വെച്ചാൽ ആദ്യമേ കുട്ടി ഹൈപ്പോതെർമിക് ആകും, പിന്നെ നമ്മൾ കൊണ്ട് ഇൻക്യുബേറ്ററിലോ അല്ലെങ്കിൽ റേഡിയൻ മാമറിൻ്റെ അണ്ടറിലോ ഒക്കെ ഇടുമ്പോഴാണ് സ്ലോലി കുട്ടിയുടെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അത് ടെമ്പറേച്ചർ സ്റ്റേബിൾ ആകുന്നത് വരെ 1 അവർലി നോക്കിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് 4 അവർലി നോക്കണം, ബേബിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. പിന്നെ റെസ്പിറേറ്ററി റേറ്റ് അവർലി നോക്കണം. അതായത് എവറി അവർ യു ഹാവ് ടു ചെക്ക് ദ ബേബീസ് റെസ്പിറേറ്ററി റേറ്റ്. ദെൻ സിവിയറിറ്റി ഓഫ് റിട്രാക്ഷൻ ആൻഡ് ഗ്രണ്ടിങ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ കുട്ടി ചെസ്റ്റ് റിട്രാക്ഷൻ കാണിക്കും. റെസ്പിറേറ്ററി ഡിസ്ട്രസിൻ്റെ ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷനാണ് ചെസ്റ്റ് റിട്രാക്ഷനും ഗ്രണ്ടിങ്ങും. ചെസ്റ്റ് റിട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന ഒരവസ്ഥയും സ്റ്റേണം, റിബ് ഇതെല്ലാം കൂടെ ചേർന്ന്. പിന്നെ അതുപോലെ തന്നെ ഗ്രണ്ടിങ്, അതായത് ഒത്തിരി എഫേർട്ട് ഇട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക ഓരോ പ്രാവശ്യം എയർ വെളിയിൽ കളയുന്ന സമയത്ത് കുട്ടി ഒരു ഗ്രണ്ടിങ് അല്ലെങ്കിൽ ഒരു ഞരക്കം പോലെ കേൾപ്പിക്കും. അതാണ് ഗ്രണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ ഒബ്സർവേഷൻ ഓഫ് പെരിഫറൽ പൾസ് ആൻഡ് BP. കുട്ടിയുടെ പെരിഫറൽ പൾസും BP-യും ഫ്രീക്വൻ്റ്ലി ചെക്ക് ചെയ്യണം. പിന്നെ സ്കിൻ കളർ നോക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് സൈനോസ്ഡ് ആണോ, വെന്റിലേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ കുട്ടിക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ ബ്ലഡിൽ കൂടുമെന്ന് പറഞ്ഞു. അതിൻ്റെ മാനിഫെസ്റ്റേഷനാണ് കുട്ടി സൈനോസ്ഡ് ആകുക എന്നുള്ളത്. അപ്പോൾ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് ദി ബേബി ഈസ് കോൾഡ് സൈനോസിസ്, ദാറ്റ് ഈസ് ടു ബി ഒബ്സർവ്ഡ്. പിന്നെ അപ്നിക് എപ്പിസോഡ്, സ്പെല്ലിങ്ങും അവിടെ ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ട്. APNOEIC ആണ്, H അല്ല. അപ്നിക് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടി ബ്രീത്ത് ചെയ്യാതെ ബ്രീത്തിങ് സ്റ്റോപ്പ് ചെയ്യുന്ന അവസ്ഥകൾ വരും, സ്മോൾ ഡ്യൂറേഷൻ. അതിനെ പറയുന്നത് അപ്നിക് എപ്പിസോഡെന്ന്. അപ്പോൾ അങ്ങനെയുള്ളത് സ്പെഷ്യലി ഒബ്സർവ് ചെയ്യണം. ഇപ്പം എത്ര പ്രാവശ്യം, 1 മിനിറ്റ് തന്നെ എത്ര പ്രാവശ്യം കുട്ടി അങ്ങനെ കാണിക്കുന്നുണ്ട്, അപ്നിക് എപ്പിസോഡ് എത്ര നേരം അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നോക്കണം. Then activity, responsiveness and cry of the baby. അത് കുട്ടി എത്രമാത്രം ആക്റ്റീവാണ്, അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ. ഇപ്പം നമ്മൾ ചിലപ്പം കുട്ടിയുടെ ആ ഫീറ്റിൻ്റെ കാലിൻ്റെ വെള്ളയിലൊക്കെ ചിലപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്ത് നോക്കിയാൽ കുട്ടി റെസ്പോണ്ട് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ പെയിൻഫുൾ സ്റ്റിമുലേക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് നോക്കണം. പിന്നെ കുട്ടിയുടെ ക്രൈ അഡിക്വേറ്റ് ആണോ, അത് നോർമലാണോ എന്ന് ചെക്ക് ചെയ്യണം. ചിലപ്പം ഹൈ പിച്ച് ക്രൈ അല്ലെങ്കിൽ ഷ്രിൽ ക്രൈ ഇങ്ങനെയൊക്കെ കുട്ടി കേൾപ്പിക്കാം. അപ്പോൾ അത് നമ്മൾ ഒബ്സർവ് ചെയ്യണം. പിന്നെ കുട്ടിയുടെ യൂറിൻ ഔട്ട്പുട്ട് എത്രയാണ്. ഇത്രയും കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് വെൻ ബേബി ഈസ് അഡ്മിറ്റഡ് വിത്ത് RDS. Okay. Rectal temperature or skin temperature should be taken hourly till it is stable, then 4 hourly. Respiratory rate hourly. Severity of then observing the severity of retraction and grunting, then observation of peripheral pulse and BP, then skin color, apneic episodes, then activity, responsiveness and cry of the baby, then urine output. This many things should be observed by the professional nurse who is taking care of the baby. Okay. പിന്നെ അതാണ് ഫസ്റ്റ് വൺ, മോണിറ്ററിങ് ദ ബേബി നമ്മൾ ആദ്യം പറഞ്ഞ ടാസ്ക്. ദെൻ നെക്സ്റ്റ് ഈസ് IV ഇൻഫ്യൂഷൻ. അതായത് ബേബിക്ക് തീർച്ചയായിട്ടും ഒരു IV സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ടു മെയിൻറ്റെയിൻ ദ ആസിഡ് ബേസ് ബാലൻസ്. നമ്മൾ കണ്ട് ബേബി അസിഡോട്ടിക് കണ്ടീഷനിലാണ് ഇതിലേക്ക് പോകാമെന്ന് മനസ്സിലാക്കി. അപ്പം പത്തോഫിസിയോളജി നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെയുള്ളപ്പം അതിൻ്റെ ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ചിലപ്പം സോഡ ബൈകാർബ് അങ്ങനെ ഡോക്ടറിൻ്റെ അഡ്വൈസ് അനുസരിച്ച് പല ഇൻഫ്യൂഷനും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഒരു IV ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അതുകൂടാതെ ഫോർ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ആസ് ഓറൽ ഫീഡിങ് മേ ബി ഡിഫിക്കൽട്ട്. അപ്പോൾ ആദ്യമേ കുട്ടിയെ ഓറലി ഫീഡ് ചെയ്യാനോ കുട്ടിയെ കൊണ്ട് സക്ക് ചെയ്യിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ആദ്യമേ തന്നെ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് ആയിരിക്കും കുട്ടിയുടെ എനർജി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അതാണ് IV ഇൻഫ്യൂഷൻ്റെ പ്രത്യേകത. ഓക്കെ. സോ ദ നഴ്സ് ഹൂ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദി ബേബി ഷുഡ് ബി അവെയർ ഓഫ് ഇറ്റ് ആൻഡ് ഷീ ഷുഡ് be very much particular to maintain a IV line as well as the IV infusion should be given according to the advice of the doctor. Okay. Then ventilatory support and oxygenation.
ലങ്സിന് പ്രോബ്ലം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ അത് പ്രോപ്പർലി വെന്റിലേറ്റ് ചെയ്യുന്നില്ല, ബേബി അസിഡോട്ടിക് ആകുന്നു. അങ്ങനെയൊക്കെ വരുന്നോടനെ എന്താണെന്ന് വെച്ചാൽ കുട്ടിയെ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ബ്രീത്തിങ് അല്ലെങ്കിൽ വെന്റിലേറ്ററി സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അതായത് ടു പ്രിവെൻറ്റ് ആൽവിയോലാർ കൊളാപ്സ് ആൻഡ് ടു എൻഷ്യൂർ ഗ്യാസ് എക്സ്ചേഞ്ച്. അതായത് സർഫക്റ്റൻ്റ് ഇല്ലാത്തതുകൊണ്ട് ആൽവിയോലാർ മെംബ്രെയിൻ വോൾ അങ്ങ് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തോട്ട് ഓക്സിജൻ കയറിയില്ലെങ്കിൽ കുട്ടിക്ക് അഡിക്കേറ്റ്സ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കത്തില്ല, ഓക്സിജനേഷൻ പ്രോപ്പർലി കിട്ടത്തില്ല, കുട്ടി സൈനോസ്ഡ് ആയി പോവും, ഇമ്മീഡിയറ്റ് ഡെത്ത് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് ടു പ്രിവെൻറ്റ് ആൽവിയോലാർ കൊളാപ്സ് ആൻഡ് ടു എൻഷ്യൂർ ഗ്യാസ് എക്സ്ചേഞ്ച് ബേബി ഷുഡ് ബി put on the ventilator or ventilatory support is to be given. Okay, പിന്നെ ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ വയ ഓക്സി ഹുഡ് ആഫ്റ്റർ വീനിങ് ഫ്രം ദ വെന്റിലേറ്റർ. ഇപ്പോൾ അക്യൂട്ട് സ്റ്റേജിങ് കഴിയുമ്പോൾ കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് ഹൈ ഓക്സിജൻ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടി വരും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓക്സി ഹുഡ്, അതായത് കുട്ടിയുടെ തലയുടെ മുകളിൽ കുഞ്ഞ് കമന്നായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ തലയുടെ മുകളിൽ ഒരു സെമി സർക്കുലറായിട്ട് അല്ലെങ്കിൽ ഒരു സെമി സ്പെർക്കിലായിട്ടുള്ള ഒരു പ്രത്യേക എക്യുപ്മെൻറ്റിനാണ് നമ്മൾ ഓക്സി ഹുഡ് എന്ന് പറയുന്നത്. അത് കുട്ടിയുടെ തല ഹെഡ് കയറ്റി വയ്ക്കാൻ ഒരു ഓപ്പണിങ് കാണും. അത് ആ തല ഈ പറയുന്ന സെമി സ്പെർക്കിലായിട്ടുള്ള ഹുഡിനകത്ത് കയറ്റി വെച്ച് അതിനകത്തേക്ക് ഓക്സിജൻ എത്രമാത്രം കോൺസെൻട്രേഷൻ കൊടുക്കണോ അത്രയും കോൺസെൻട്രേഷനുള്ള ഓക്സിജൻ്റെ ട്യൂബ് അതിനകത്തേക്ക് ഇടും. ഹുഡിനകത്തേക്ക് ഇടുമ്പം ഹൈ കോൺസെൻട്രേഷൻ ഓക്സിജൻ കുട്ടിക്ക് കിട്ടും. അതാണ് പറയുന്നത് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ വയ ഓക്സി ഹുഡ് ആഫ്റ്റർ വീനിങ് ഫ്രം ദ വെന്റിലേറ്റർ ടു മെയിൻറ്റെയിൻ ഓക്സിജൻ സാച്ചുറേഷൻ ഓഫ് 90 to 90%. അതായത് കുട്ടിക്ക് കിട്ടുന്ന ഓക്സിജന് 90 to 90% ഓക്സിജൻ സാച്ചുറേഷൻ കിട്ടാൻ വേണ്ടിയാണ് വെന്റിലേറ്ററിൽ നിന്ന് ഔട്ടായ കുട്ടിയെ ഇമ്മീഡിയറ്റ്ലി തന്നെ ഓക്സി ഹുഡിൽ ഇടണം. ഓക്കെ, അതാണ് വെന്റിലേറ്ററി സപ്പോർട്ട് ആൻഡ് ഓക്സിജനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് വാംത് ആൻഡ് ഹ്യൂമിഡിറ്റി. അതായത് കുട്ടി ന്യൂബോൺ ആണ്, നമുക്കറിയാമല്ലോ, പ്രിമച്ചുറാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം കുട്ടിയുടെ ടെമ്പറേച്ചർ റെഗുലേറ്റിംഗ് സെൻറ്ററിൻ്റെ ഹൈപ്പോതലാമസ് ഒന്നും പ്രോപ്പർലി ഡെവലപ്ഡ് അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പം കുട്ടിക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും നോർമൽ ബോഡി ടെമ്പറേച്ചർ കീപ്പപ്പ് ചെയ്യാനും ഒന്നും കുട്ടിക്ക് പറ്റില്ല. സോ ദ ചൈൽഡ് മേ ഗോ ഇൻ ടു ഹൈപ്പോതെർമി. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടിയെ ഒരു തെർമോ ന്യൂട്രൽ എൻവയോൺമെൻറ്റിൽ വേണം കെയർ ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ ഐദർ കുഞ്ഞിനെ ആദ്യമേ തന്നെ, അതായത് അതിൻ്റെ ബോഡി ടെമ്പറേച്ചർ ഒരു 36.5 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെക്കണം. അങ്ങനെ വെക്കണമെങ്കിൽ കുഞ്ഞിനെ ഒന്നുകിൽ ഒരു ഇൻക്യുബേറ്ററിൽ ഇട്ട് കെയർ ചെയ്യണം. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ബേബിയുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നടത്താൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് equipment where the baby can be taken care of. Baby can be put inside and we can give care for the baby. അതിനാണ് നമ്മൾ ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കുട്ടിയെ ഇൻക്യുബേറ്ററിൽ കിടത്തണം, അതല്ലെങ്കിൽ കുട്ടിയെ ഒരു റേഡിയൻ വാമറിൻ്റെ അടിയിൽ കിടത്തണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുട്ടിയെ ചിലപ്പോൾ എക്സ്പോസ് ചെയ്ത് കിടത്തുകയൊക്കെ ചെയ്യാം, പക്ഷേ അതിൻ്റെ വാമറിൻ്റെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻ്റ് അനുസരിച്ച് കുട്ടിയുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. That is why skin temperature should be maintained around 36.5 degrees centigrade by keeping the baby in an incubator or under a radiant warmer. നേരത്തെ നമ്മളൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു ജനറൽ കെയർ ഓഫ് ദ പ്രീ ടൈം പഠിച്ചപ്പം. അതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. പിന്നെ ബേബി ഷുഡ് ബി നേഴ്സ്ഡ് ഇൻ എ തെർമോ ന്യൂട്രൽ എൻവയോൺമെൻറ്റ് വിത്ത് എ ഹ്യൂമിഡിറ്റി എബവ് 60%. അതായത് ഇപ്പോഴും ന്യൂബോൺ യൂണിറ്റിലൊക്കെ അങ്ങനെയാണ്. അവിടുത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തെർമോ ന്യൂട്രൽ എൻവയോൺമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഹ്യൂമിഡിറ്റിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റിങ്സും സംവിധാനങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകും. സ്പെഷ്യൽ കെയർ ബേബി യൂണിറ്റ് അല്ലെങ്കിൽ നിയോനേറ്റൽ യൂണിറ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നേഴ്സ് ഷുഡ് സീ ദാറ്റ് ദ തെർമോ ന്യൂട്രൽ എൻവയോൺമെൻറ്റ് ബേബി ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഇൻ എ തെർമോ ന്യൂട്രൽ എൻവയോൺമെൻറ്റ് വിത്ത് ഹ്യൂമിഡിറ്റി എബവ് 60%. ഓക്കെ, അതാണ് മെയിൻ്റനൻസ് ഓഫ് വാംത് ആൻഡ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ഈസ് സർഫക്റ്റൻ്റ് തെറാപ്പി. നമ്മൾ പറഞ്ഞല്ലോ സർഫക്റ്റൻ്റ് എന്ന് പറയുന്നൊരു ഒരു ഫോസ്ഫോലിപ്പിഡാണ് അതെന്ന് പറഞ്ഞു. മെച്ചുവർ ലങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അത് സർഫസ് ടെൻഷൻ റെഡ്യൂസ് ചെയ്യും. അങ്ങനെ അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ആൽവിയോലാർ മെംബ്രെയിൻ
കൊളാപ്സ് ചെയ്യുന്നതിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ ഫങ്ഷൻ. പക്ഷേ ഇവിടെ ഈ ബേബിക്ക് ഇത് ഇല്ലാത്തത് കൊണ്ടാണ് പ്രശ്നം, റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇത് ആർട്ടിഫിഷ്യലി അല്ലെങ്കിൽ ഇത് എക്സ്റ്റേണലി നമുക്ക് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പം ഇറ്റ് ഇംപ്രൂവ്സ് ദി സർവൈവൽ റേറ്റ് ബൈ ഇംപ്രൂവിങ് ദ ലങ് കംപ്ലയിൻസ്. അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ കുട്ടിയുടെ ലങ് അതിൻ്റെ ഫങ്ഷൻ ചെയ്യാനുള്ള ഒരു സ്റ്റിമുലേഷൻ കിട്ടും. അങ്ങനെ അത് ലങ് കംപ്ലയിൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് സർവൈവൽ റേറ്റ്, അതായത് കുഞ്ഞ് മരിച്ചു പോകാനുള്ള സാധ്യത കുറവാണ്. ഓക്സിജനേഷൻ പ്രോപ്പർലി നടക്കും. അതുകൊണ്ട് ഓക്സിജൻ കോൺസെൻട്രേഷൻ ഇൻ ദ ബ്ലഡ് പ്രോപ്പറായിട്ട് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് കുട്ടിയുടെ സർവൈവൽ റേറ്റിനെ ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പം ഇതെങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? ഇറ്റ് ഷുഡ് ബി അഡ്മിനിസ്റ്റേർഡ് ഇൻട്രാട്രക്കിയലി വയ ETT. അപ്പോൾ കുഞ്ഞിന് എൻഡോട്രക്കിയൽ ട്യൂബ് ഇട്ടിട്ടുണ്ട്, കുഞ്ഞ് വെന്റിലേറ്റർ ആണെങ്കിൽ ആ എൻഡോട്രക്കിയൽ ട്യൂബിൽ കൂടെ ട്രക്കിയയിലേക്ക് ഇൻസ്റ്റിൽ ചെയ്യണം. ട്രക്കിയയിലേക്ക് ഇൻസ്റ്റിൽ ചെയ്താൽ അത് അവിടെ നിന്ന് അങ്ങ് ലങ്സിലോട്ട് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ അത് സ്റ്റിമുലേറ്റ് ദ ലങ് കംപ്ലയിൻസ്. സർഫക്റ്റൻ്റ് സഫീഷ്യൻ്റ് അല്ലാഞ്ഞുകൊണ്ടാണല്ലോ പ്രോബ്ലം ഉണ്ടായത്. അപ്പോൾ സർഫക്റ്റൻ്റ് ടെസ്റ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് ഡെഫിഷ്യൻസി ഇല്ലായ്മ കാണിക്കും, ലങ് കംപ്ലയിൻസ് കൂടും. ഓക്കെ, അതിൻ്റെ ഡോസ് എത്രയാണെന്ന് ചോദിച്ചാൽ 100 mg/kg ബോഡി വെയ്റ്റ് എന്നുള്ള കണക്കിലാണ് കൊടുക്കുന്നത്. കുട്ടിയുടെ വെയിറ്റ് നോക്കിയിട്ട് 100 mg, 1 കിലോ ഉള്ള കുട്ടിക്ക് 100 mg കൊടുക്കണം എന്നുള്ള കണക്കിലാണ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു പ്രാവശ്യമല്ല, ചിലപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും കുട്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച്. So repeated administration can be done depending on the condition of the baby. So that the neonatologist will decide whether it is to be repeated. Okay. അതാണ് സർഫക്റ്റൻ തെറാപ്പി. ഇനി ഇതുകൂടാതെ വേറെ ഡ്രഗ്സും കുട്ടിക്ക് കൊടുക്കാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക്സ്. ചിലപ്പം കുട്ടിക്ക് എന്തെങ്കിലും പൾമിനറി ഇൻഫെക്ഷനോ വല്ലതും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും. പിന്നെ അതുകൂടാതെ വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ഇ കൊടുക്കാറുണ്ട്. which is a biological antioxidant which is administered prophylactically to prevent complications such as bronchopulmonary dysplasia and retrolental fibroplasia. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന വൈറ്റമിൻ ഇ ഒരു പ്രൊഫൈലാക്റ്റിക്, അതായത് പ്രിവെൻറ്റീവ് മെത്തേഡായിട്ട് കൊടുക്കുന്നതാണ്. എന്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ? അതായത് ഈ പറയുന്ന വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതവിടെ ആൻറ്റി ഓക്സിഡൻ്റായിട്ട് വർക്ക് ചെയ്തിട്ട് അത് ഈ ലോങ് ടേം ETT അല്ലെങ്കിൽ ലോങ് ടേം ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ കൊടുക്കുന്ന കുട്ടികൾക്കുണ്ടാകുന്ന 2 കോംപ്ലിക്കേഷൻസ് ആണ് ബ്രോങ്കോപൾമിനറി ഡിസ്പ്ലേഷ്യ ആൻഡ് റിട്രോലെൻ്റൽ ഫൈബ്രോപ്ലേഷ്യ എന്ന് പറയും. ഈ 2 കണ്ടീഷനും പ്രിമച്ചർ ബേബീസ്, അതായത് ഒരുപാട് നാൾ ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ ബ്രോങ്കോപൾമിനറി ഡിസ്പ്ലേഷ്യ എന്ന് പറയുന്നത് ഈ ബ്രോങ്കസിൻ്റെ അതായത് ആ സ്ട്രക്ചറൽ ഡിഫോമിറ്റിയൊക്കെ ബ്രോങ്കസിനുണ്ടാകും. മനസ്സിലായോ? എന്നാൽ ETT ഒക്കെ കുറേ നാൾ കിടക്കുന്നു, ഓക്സിജൻ അതിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പലപ്പോഴും ETT ഇടുക, ഊരുക ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കുട്ടി ജസ്റ്റ് ഒരു പ്രീ ടൈം ബേബിയാണ്, അത് നല്ലപോലെ വെൽ ഡെവലപ്ഡ് ഒന്നും അല്ല, ഗ്രോത്ത് പൂർണ്ണമാകാത്തൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോറിൻ ബോഡീസൊക്കെ ബേബിയുടെ ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്തേക്കാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അനാറ്റമിക്കൽ സ്ട്രക്ചറിലൊക്കെ ചില ഡിഫോമിറ്റീസ് അതുണ്ടാകും. അങ്ങനെ വരുന്നതാണ് ഒന്നാണ് ബ്രോങ്കോപൾമിനറി ഡിസ്പ്ലേഷ്യ. അതുപോലെ തന്നെ റിട്രോലെൻ്റൽ ഫൈബ്രോപ്ലേഷ്യ. ഇത് കുട്ടിയുടെ കണ്ണിൻ്റെ ലെൻസിലുണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ് വിച്ച് ക്യാൻ ലീഡ് ടു ഈവൻ ബ്ലൈൻഡ്നെസ് ഇൻ ദ ബേബി. അതായത് റിട്രോലെൻ്റൽ ഫൈബ്രോപ്ലേഷ്യ, ലെൻ്റൽ മീൻസ് ലെൻസ് എന്നാണ്, റിട്രോ മീൻസ് ബിഹൈൻഡ്. അപ്പം ലെൻസിലേക്ക് പുറകിൽ നിന്ന്, അതായത് ഇറ്റ് ഇസ് എ ഫൈബ്രസ് ഗ്രോത്ത് ഹാപ്പനിങ് ഇൻ ദ വിട്രിയസ് ബോഡി ഓഫ് ദി ഐ which will be happening from the retina to the lens. അപ്പോൾ റെറ്റിന നമുക്കറിയാം, റെറ്റിനയുടെ പൊസിഷൻ എവിടെയാണ്, ലെൻസിൻ്റെ പൊസിഷൻ എവിടെയാണ്, വിട്രിയസ് പൊസിഷൻ എവിടെയാണെന്നറിയാം. അപ്പോൾ ഈ റെറ്റിനയിൽ നിന്നുള്ളതാണ് ഒരു എക്സ്ട്രാ ഗ്രോത്ത് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്, വിട്രിയസിൽ കൂടി ലെൻസിൻ്റെയൊക്കെ കംപ്രസ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് കുട്ടിയുടെ ലെൻസിൻ്റെ കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് ഈവൻ ദ ബേബി ക്യാൻ ബിക്കം ബ്ലൈൻഡ്.
അപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പ്രിക്കോഷണറി മെഷറായിട്ട് കൊടുക്കുന്നതാണ് വൈറ്റമിൻ ഇ. ഓക്കെ, സോ വൈറ്റമിൻ ഇ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് വൈറ്റമിൻ ഇ, അതിൻ്റെ ഡോസ് എത്രയാണെന്ന് വെച്ചാൽ 100 ഇൻ്റർനാഷണൽ യൂണിറ്റ് ഫ്രം കിലോഗ്രാം പെർ ഡേ ഇൻട്രമസ്കുലർലി ഫ്രം ബർത്ത് ഓൺവേർഡ്സ്. മനസ്സിലായോ? കുഞ്ഞുണ്ടാകുമ്പം തന്നെ കൊടുക്കും. 100 ഇൻ്റർനാഷണൽ യൂണിറ്റ്. അതായത് ഇപ്പം നമ്മൾ ഈ വൈറ്റമിൻ ഇ ഒക്കെ എപ്പോഴും അതിൻ്റെ യൂണിറ്റ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ആയിട്ടാണ്. 100 ഇൻ്റർനാഷണൽ യൂണിറ്റ് ഫർ കിലോഗ്രാം പെർ ഡേ ഇൻട്രാമസ്കുലർലി ഫ്രം ബർത്ത് ഓൺവേർഡ്സ്. അതാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗിനകത്ത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, ഒന്ന് ആൻറ്റിബയോട്ടിക്കും വേറെ ഒന്ന് വൈറ്റമിൻ ഇയും. ഓക്കെ, പിന്നെ ഇനി നമുക്ക് നേഴ്സിംഗ് മാനേജ്മെൻറ്റിലേക്കൊന്ന് പോകാം. അതായത് ഇതിനകത്ത് കെയർ, ഇപ്പം നമ്മൾ പ്രിമച്ചർ ബേബിയുടെ കെയർ നേരത്തെ ഒന്ന് പഠിച്ചതാണ്. പക്ഷേ എന്നാലും ഈ പറയുന്ന പ്രിമച്ചർ ബേബി വിത്ത് RDS എന്ന് പറയുമ്പോൾ അതിന് ചില സ്പെഷ്യൽ പ്രിക്കോഷൻ എടുത്ത് പല പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, ബേബി വിത്ത് RDS ഷുഡ് ബി പ്രിവെൻറ്റഡ് ഫ്രം ഇൻഫെക്ഷൻ. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ബേബിക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നഴ്സസ് എപ്പോഴും സ്ട്രിക്റ്റ് അസെപ്റ്റിക് ടെക്നിക്കും പ്രിക്കോഷനും ഐസൊലേഷൻ്റെ പ്രിക്കോഷനും ഒക്കെ അവിടെ ഉപയോഗിക്കണം. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. ഓക്കെ, സോ ദ ബേബി ഷുഡ് ബി പ്രിവെൻറ്റഡ് ഫ്രം ഇൻഫെക്ഷൻ ബൈ യൂസിങ് അസെപ്റ്റിക് പ്രിക്കോഷൻസ്. ഓക്കെ, പിന്നെ ബേബി ഷുഡ് ബി ഹാൻഡിൽഡ് മിനിമലി. എപ്പോഴും കുഞ്ഞിനെ കൈ കൊണ്ട് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇൻക്യുബേറ്ററിലായിരിക്കും, റേഡിയം വാമ്പറിൻ്റെ ഇടയിലായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും കുഞ്ഞിനെ എടുക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. എപ്പോഴും അതിനകത്ത് ഈ പറയുന്ന ഇൻക്യുബേറ്ററിലേക്ക് നഴ്സസ് എപ്പോഴും കൈയിട്ട് അതിൻ്റെ വിൻഡോ തുറന്നിട്ടാലും ടെമ്പറേച്ചർ മെയിൻ്റനൻസിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ കുഞ്ഞിനെ ടച്ച് ചെയ്യുകയോ ഹാൻഡിൽ ചെയ്യുകയോ ചെയ്യാറുള്ളൂ. ഓക്കെ, പിന്നെ അടുത്തത്, ബേബി ഷുഡ് ബി പൊസിഷൻഡ് വിത്ത് ഹെഡ് എലിവേറ്റഡ് ടു റെഡ്യൂസ് പ്രഷർ ഓൺ ദ ഡയഫ്രം. അതായത് കുഞ്ഞിനെ ഒരു ഹെഡ് എലിവേറ്റഡ് പൊസിഷനിൽ മാത്രമേ കിടത്താവുള്ളൂ. ഓക്കെ, പിന്നെ എയർവേ ഷുഡ് ബി കെപ്റ്റ് പേറ്റൻറ്റ് ബൈ എക്സ്റ്റെൻഡിങ് ദ ഹെഡ് സ്ലൈറ്റ്ലി. അതായത് കുഞ്ഞിൻ്റെ എയർവേ എപ്പോഴും പേറ്റൻ്റ് ആകാൻ വേണ്ടി കുഞ്ഞിൻ്റെ ഹെഡ് ശകലം എക്സ്റ്റെൻഡ് ആയിട്ട് വേണം കിടത്താൻ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബൈ പ്ലേസിങ് എ ഫോൾഡ് ടവൽ ഓർ ഷീറ്റ് അണ്ടർ ദ ബേബി ഷോൾഡർ. കിടത്തുന്ന കുഞ്ഞിൻ്റെ ഷോൾഡറിൻ്റെ പുറകിലായിട്ട് ഒരു ചെറിയ ടവലോ ഒരു ചെറിയ ഷീറ്റോ മടക്കി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ബേബിയുടെ ക്യാൻ ബി കെപ്റ്റ് ഹെഡ് എക്സ്റ്റെൻഡ് ആയിട്ട് കിടത്താൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഒത്തിരി എയർവേ പേറ്റൻസി കൊടുക്കും. ഓക്കെ, കൂടുതൽ പേറ്റൻസ് കൊടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ, ഒരു ഷീറ്റോ ഒരു ചെറിയ ടവലോ മടക്കി കുഞ്ഞിൻ്റെ ഷോൾഡറിൻ്റെ അടിയിൽ വെക്കുക. അപ്പോൾ ഹെഡ് എക്സ്റ്റെൻഡ് ആവും. അപ്പം എയർവേ കുറേ കൂടെ പേറ്റൻ്റ് ആകും. പിന്നെ ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ നീഡഡ് ഫോർ ലോങ് ടൈം ബൈ എ ഫേസ് മാസ്ക് ഓർ നേസൽ പ്രോങ്സ്. എ സ്മൂത്തനിങ് ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് മേ ബി അപ്ലൈഡ് ടു ഇറിറ്റേറ്റഡ് സ്കിൻ സർഫസ്. അതായത് കുഞ്ഞിന് എപ്പോഴും ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്നിൽ ഹെഡ് ബോക്സ് വഴിയോ അല്ലാതെയോ കൊടുത്ത നേസൽ പ്രോങ് വഴിയോ എന്ന് പറഞ്ഞാൽ, നേസൽ പ്രോങ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നോസ്ട്രിൽസിലും കൂടെ എൻട്രി ഉള്ള ഒരു പ്രത്യേകതരം ട്യൂബാണ് നേസൽ പ്രോങ്സ് എന്ന് പറഞ്ഞാൽ. ആ രണ്ട് ഓപ്പണിങ്ങിൽ കൂടെയാണ് ഓക്സിജൻ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ചിലപ്പം പ്ലാസ്റ്ററൊക്കെ ഒട്ടിക്കേണ്ടി വരും. ആൻഡ് വി നോ ദാറ്റ് ദ സ്കിൻ ഓഫ് ദ ബേബി ഈസ് വെരി ഡെലിക്കേറ്റ്. ഒത്തിരി പ്രാവശ്യം പ്ലാസ്റ്റർ ഒട്ടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ സോറിങ്ങും ഒക്കെ ഉണ്ടാകാം. അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ്, സൂത്തനിങ് ഓയിൻമെൻറ്റ്, ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് ഷുഡ് ബി അപ്ലൈഡ് ടു ദ ഇറിറ്റേറ്റഡ് സ്കിൻ സർഫസ്. ഓക്കെ, അങ്ങനെയാണ്. അതാണ് ഒരു അനദർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓക്സിജൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്സിജൻ കത്തീറ്റർ ചിലപ്പം ചീക്കിലോ വല്ലതും ഫിക്സ് ചെയ്യാം. അതുകൂടാതെ നേസൽ പ്രോങ് വെക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇതെല്ലാം ട്യൂബിലെ ഡിവൈസാണ്. അതിൽ കൂടാണല്ലോ ഓക്സിജൻ വരുന്നത്. ഈവൻ ദ ചൈൽഡ് ഈസ് ഇൻ ദ ഹെഡ് ബോക്സ് സംടൈംസ്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടേ കുഞ്ഞിന് പല പ്രാവശ്യം ഇതിൻ്റെ ട്യൂബിൻ്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലപ്പം പ്ലാസ്റ്റർ ഒക്കെ ഒട്ടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല പ്രാവശ്യം ഒട്ടിക്കുക, ഇളക്കുക, അങ്ങനെയൊക്കെ ഇളകി പോവുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഞ്ഞിൻ്റെ അബറേഷൻസ് സാധ്യതയുണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് ഷുഡ് ബി അപ്ലൈഡ് ടു ഇറിറ്റേറ്റഡ് സ്കിൻ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കീപ് ദ ബേബി വാം, പ്ലേസിങ്
ബേബി ഇൻ ആൻ ഇൻക്യുബേറ്റർ ഓർ അണ്ടർ ദ റേഡിയൻ വാമർ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ മോണിറ്റർ ദ വൈറ്റൽ സൈൻസ് റെഗുലർലി, അതായത് മുമ്പേ പറഞ്ഞല്ലോ, അതായത് കുട്ടി ഹൈപ്പോതെർമിക് ആണോ, ചിലപ്പോൾ ഇൻക്യുബേറ്ററിൽ നമ്മൾ കിടത്തിയേ കാണത്തുള്ളൂ. ഇൻക്യുബേറ്ററിൻ്റെ ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നതിന് മുമ്പേ തന്നെ കുട്ടിയുടെ ടെമ്പറേച്ചർ പലപ്പോഴും നോക്കേണ്ടി വരും. ചിലപ്പോൾ റേഡിയൻ വാമറിൻ്റെ അണ്ടറിലായിരിക്കും കുട്ടി കിടക്കുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിൽ ഒരുപാട് റേഡിയൻ വാമറൊന്നും കാണത്തില്ല. ചിലപ്പം അതിൻ്റെ ഇടയിൽ വേറെ ബേബിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളപ്പോൾ ഈ ബേബിയെ ക്രിബിൽ തന്നെ കിടത്തേണ്ടി വന്നിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നുടനെ ബേബിയുടെ ടെമ്പറേച്ചർ എത്രയാണ്, അതായത് നമ്മൾ പറഞ്ഞല്ലോ 36.5 മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടിയെ പ്രോപ്പർലി റാപ്പ് ചെയ്യണം. അല്ലെങ്കിൽ റാപ്പ് ചെയ്യാൻ പാടില്ലാത്ത കുട്ടികളാണ്, എപ്പോഴും ഒബ്സർവേഷൻ വേണ്ട ഒരു കുട്ടിയാണെങ്കിൽ അതിന് റാപ്പ് ചെയ്യാതെ അതിനെ കൊണ്ടുപോയി റേഡിയൻ വാമറിൻ്റെ അണ്ടറിലോ അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിലോ ഒക്കെ ഇടണം. കോൺസ്റ്റൻറ്റ് ഒബ്സർവേഷൻ കിട്ടത്തക്ക വിധത്തിൽ. ഓക്കെ. പിന്നെ മോണിറ്റർ ഓക്സിജൻ സാച്ചുറേഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ET സെക്ഷനിങ്, അതായത് ബേബി എൻഡോട്രക്കിയൽ ട്യൂബിലാണെങ്കിൽ അല്ലെങ്കിൽ വെന്റിലേറ്റഡ് ബേബി ആണെങ്കിൽ ആ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കറിയാമല്ലോ സെക്രീഷൻ കളക്ഷൻ ഉണ്ടാവും. ആ സെക്രീഷൻ എയർവേ പേറ്റൻ്റ് ആക്കാൻ വേണ്ടി ആ സെക്രീഷൻ സക്ക് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് ദ മിനിറ്റോ സെക്കൻഡ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ഡിസ്കണക്ട് ചെയ്യേണ്ടി വരും. അതായത് എൻഡോട്രക്കിൽ ട്യൂബ് എങ്കിൽ മാത്രമല്ലേ സെക്ഷൻ ചെയ്യാൻ വേണ്ടി ട്യൂബ് അകത്തേക്ക് ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഓക്സിജൻ കോൺസെൻട്രേഷന് അത് ഒത്തിരി കുറഞ്ഞു പോകാതെ പെട്ടെന്ന് ചെയ്ത് സെക്ഷൻ ഫിനിഷ് ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത് സെക്ഷന് മുമ്പേയും ട്രക്കിൽ സെക്ഷന് മുമ്പേ അതിന് ശേഷവും ഓക്സിജൻ സാച്ചുറേഷൻ നോക്കണം, അതായത് ബ്ലഡ് ഗ്യാസ് അനാലിസിസ് ചെയ്ത് നോക്കണം. ഓക്കെ. പിന്നെ മെഷർ വെയിറ്റ് ഓഫ് ദ ബേബി ഡെയിലി ടു അസസ് ദ ആഡിക്വസി ഓഫ് ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേഷൻ, അതായത് കുഞ്ഞിന് കിട്ടുന്ന ഫ്ലൂയിഡിൻ്റെ ആഡിക്വസിയൊക്കെ നോക്കാൻ വേണ്ടി എന്നും ഡെയിലി വെയിറ്റ് എടുക്കണം അണ്ടർ സെയിം സ്ട്രിക്റ്റ് കണ്ടീഷൻസ്. ഓക്കെ. പിന്നെ അഡ്മിനിസ്റ്റർ IV ഫ്ലൂയിഡ് ആൻഡ് നെസോഗ്യാസ്ട്രിക് 2 ഫീഡ്സ് ആൻഡ് മെഡിക്കേഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ്, അതായത് ഡോക്ടറിൻ്റെ ഓർഡർ അനുസരിച്ച് IV ഫ്ലൂയിഡ് അല്ലെങ്കിൽ നെസോഗ്യാസ്ട്രിക് ഫീഡ് ഉണ്ടെങ്കിൽ അത് മെഡിസിൻ ഇതെല്ലാം പ്രോപ്പർലി അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടി വരും. പിന്നെ അപ്പം അത്രയാണ് നേഴ്സിംഗ് മാനേജ്മെൻറ്റ്. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതായത് ബേബിയുടെ എങ്ങനെ കിടത്തണമെന്ന് പറഞ്ഞു. ഒത്തിരി അധികം ഹാൻഡിൽ ചെയ്യാൻ പാടില്ല, സ്ട്രിക്റ്റ് അസെപ്റ്റിക് ടെക്നിക്ക് ഉപയോഗിക്കണം, ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എയർവേ പേറ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം, ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്നതിന് ഇറിറ്റേറ്റഡ് സ്കിന്നൊക്കെ കെയർ ചെയ്യണം, പിന്നെ വാംത മെയിൻറ്റെയിൻ ചെയ്യണം, വൈറ്റൽ സൈൻസ് റെഗുലർലി ചെക്ക് ചെയ്യണം, എൻഡോട്രക്കിൽ സക്ഷനിങ് റെഗുലർലി ചെയ്യണം, പിന്നെ ഓക്സിജൻ സാച്ചുറേഷൻ മോണിറ്റർ ചെയ്യണം, പിന്നെ ബേബിയുടെ വെയിറ്റ് ഡെയിലി നോക്കണം, പിന്നെ IV ഫ്ലൂയിഡ് NGT ഫീഡ് അതുപോലെ തന്നെ മെഡിസിൻ ഇതെല്ലാം ഡോക്ടർ പറയുന്ന അനുസരിച്ച് കൊടുക്കണം. ഓക്കെ. ഇത്രയാണ് നഴ്സിംഗ് മാനേജ്മെൻറ്റിലെ പ്രധാന കാര്യങ്ങൾ. ഇനി നമുക്ക് പ്രിവെൻഷൻ ഓഫ് RDS, ഇനി RDS എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതായത് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇതൊരു ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്ന മോർട്ടാലിറ്റി റേറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലീഡിങ് കോസ് ആണെന്ന് പറഞ്ഞു. തന്നെയല്ല ബേബീസിൽ വളരെ ചെറുപ്പമുള്ള ബേബീസിൽ 50% RDS ഉണ്ടാക്കാം, അല്ലെങ്കിൽ 30 മേളിൽ ആഴ്ച പ്രായമുള്ള കുട്ടിയായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ അതിന് 25% ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ബൈ റെഡ്യൂസിങ് ദ ഇൻസിഡൻസ് ഓഫ് പ്രിമച്യൂരിറ്റി ബൈ അപ്രോപ്രിയേറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഹൈ റിസ്ക് പ്രഗ്നൻസി. നമ്മൾ നേരത്തെ എന്താണ് ഹൈ റിസ്ക് പ്രഗ്നൻസി എന്നൊക്കെ പഠിച്ചു അല്ലേ. പ്രഗ്നൻസി എപ്പോഴെങ്കിലും റിസ്കി ആകുമ്പോഴാണ് ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രഗ്നൻസിയിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികൾ എപ്പോഴും ഈ പറയുന്ന പ്രിമച്വർ ബേബീസൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഹൈ റിസ്ക് പ്രഗ്നൻസിയെ പ്രോപ്പർലി മാനേജ് ചെയ്യണം, എങ്കിൽ മാത്രമേ പ്രിമച്യൂരിറ്റി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് പറഞ്ഞത്, ബൈ റെഡ്യൂസിങ് ദ ഇൻസിഡൻസ് ഓഫ് പ്രിമച്യൂരിറ്റി ബൈ അപ്രോപ്രിയേറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഹൈ റിസ്ക് പ്രഗ്നൻസി. ഓക്കെ. പിന്നെ ഡിലേയിങ് ദ ഡെലിവറി ഓഫ് വെരി സ്മോൾ ബേബി ആസ് ഫാർ ആസ് പോസിബിൾ ടു ഇൻക്രീസ് ദ ലെവൽ ഓഫ് മെച്യൂരിറ്റി. അതായത് ഇപ്പം 32 വീക്സുമായിട്ട് ഒരു മദർ വന്നേക്കുന്നതെങ്കിൽ ആ മദറിന് എന്തൊക്കെയോ കോംപ്ലിക്കേഷൻ ഉണ്ട്, എത്രമാത്രം മുന്നോട്ട് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ചിലപ്പം ചില PET അല്ലെങ്കിൽ പ്രീ എക്ലാംപ്റ്റിക് ടോക്സീമിയ ഇങ്ങനെയുള്ള കണ്ടീഷൻ, ചിലപ്പോൾ അൺകൺട്രോൾഡ് ബ്ലഡ് പ്രഷറൊക്കെ ആണെങ്കിൽ ചിലപ്പം നേരത്തെ ചെയ്യേണ്ടി വരും. എക്സ്പെക്റ്റഡ് ഡേറ്റ് വരെ ചിലപ്പം പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാം.
മനസ്സിലായോ? പക്ഷേ കഴിയുന്നതും ആ പ്രഗ്നൻസി എക്സ്പെക്റ്റഡ് ഡേറ്റ് വരെ നീട്ടിക്കൊണ്ട് പോവുക എന്നുള്ളത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതിനുള്ള മാക്സിമം ട്രയൽ ചെയ്യണം. ട്രീറ്റിംഗ് ഡോക്ടർ ആൻഡ് ഓൾസോ ടീം ഓഫ് ട്രീറ്റ്മെൻറ്റ് ടീം അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിലാണ് ഏർലി ഡെലിവറി എന്ന് പറയുമ്പം ബേബി പ്രിമച്ചറാണ് അല്ലേ? അപ്പോൾ പ്രിമച്യൂരിറ്റി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്ര ഡെലിവറിയുടെ ഡേറ്റ്, അതായത് ഡെലിവർ ചെയ്യേണ്ട സമയത്തേക്ക് പ്രഗ്നൻസി നീട്ടിക്കൊണ്ട് പോകണം. ഓക്കെ, അതാണ് പറഞ്ഞത് ഡിലേയിങ് ദ ഡെലിവറി ഓഫ് വെരി സ്മോൾ ബേബി ആസ് ഫാർ ആസ് പോസിബിൾ ടു ഇൻക്രീസ് ദ ലെവൽ ഓഫ് മെച്യൂരിറ്റി. ഓക്കെ, പിന്നെ പ്രൊലോങ്ങിങ് ദ പ്രഗ്നൻസി വിത്ത് ബെസ്റ്റ് റെസ്റ്റ് ദാറ്റ് ഇൻഹിബിറ്റ് പ്രിമച്വർ ലേബർ. അതായത് ചിലപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ഡെലിവറി, ഇങ്ങനെയുള്ള പ്രഷ്യസ് ബേബിയൊക്കെ ആയിട്ട് വരുന്നവർ, അല്ലെങ്കിൽ ഏത് സമയം യൂട്രൈൻ കൺട്രാക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകാം. അങ്ങനെ അത് ലേബറിലേക്ക് പോകാം, അത് പ്രിമച്വർ ഡെലിവറി ആയിത്തീരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളപ്പോൾ ആ പ്രഗ്നൻറ്റ് മദറിന് സഫിഷ്യൻറ്റ് റെസ്റ്റ് കൊടുത്താൽ, ചിലപ്പോൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ മദറിന് പ്രിമച്വർ ലേബർ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് പ്രൊലോങ്ങിങ് ദ പ്രഗ്നൻസി വിത്ത് ബെഡ് റെസ്റ്റ്, ഈ ബെസ്റ്റ് എന്നുള്ളത് മാറ്റി ബെഡ് റെസ്റ്റ് എന്നാണ്. ബെഡ് റെസ്റ്റ് ദാറ്റ് ഇൻഹിബിറ്റ് പ്രിമച്വർ ലേബർ. ഓക്കെ, പ്രൊലോങ്ങിങ് ദ പ്രഗ്നൻസി വിത്ത് ബെഡ് റെസ്റ്റ് ദാറ്റ് ഇൻഹിബിറ്റ് പ്രിമച്വർ ലേബർ. പിന്നെ സർഫക്റ്റൻ തെറാപ്പി, അതായത് ഇൻസഫിഷ്യൻറ്റ് സർഫക്റ്റൻറ്റിനെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഈ സർഫക്റ്റൻ്റ് തെറാപ്പി ബേബി യൂട്രസിലായിരിക്കുമ്പം തന്നെ, അതായത് ഫീറ്റസിന് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റീറോയിഡ് തെറാപ്പി ഫോർ ദ മദർ ആൻറ്റിനേറ്റലി. ഈ രണ്ട് തെറാപ്പിയും കൊടുക്കാറുണ്ട്. അതായത് ഏതെങ്കിലും കാരണവശാൽ ഈ പ്രഗ്നൻസി ഒത്തിരി നീട്ടിക്കൊണ്ട് ടേം വരെ പോകാൻ പറ്റാത്ത കണ്ടീഷൻസിലാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സർഫക്റ്റൻ തെറാപ്പി ടു ദ ഫീറ്റസ് ആൻഡ് സ്റ്റീറോയിഡ് തെറാപ്പി ടു മദർ antenatally if pregnancy cannot be prolonged to term. ഓക്കെ, അപ്പോൾ അങ്ങനെ കുഞ്ഞിന്, ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന് സർഫക്റ്റൻറ്റും കൊടുക്കും, ഗർഭം ധരിച്ചിരിക്കുന്ന അമ്മയ്ക്ക് സ്റ്റീറോയിഡ് തെറാപ്പിയും കൊടുക്കും പ്രസവിക്കുന്നതിന് മുമ്പ്. ഓക്കെ, അതാണ് അതും RDS പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മൾ RDS എന്ന് പറഞ്ഞ രോഗത്തെപ്പറ്റി, റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്നുള്ള പ്രിമച്യൂർ കുട്ടികൾക്ക് സാധാരണയായി കണ്ടുവരുന്ന ഒരു മെയിൻ പ്രോബ്ലം ആയതുകൊണ്ട് ഇതിനാണ് മെയിൻലി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ക്ലിനിക്കിൽ പോകുമ്പം ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ക്ലിനിക്കലി നമുക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ തിയററ്റിക്കൽ ആസ്പെക്റ്റാണ് പഠിച്ചത്. വെൻ യു ഗോ ദെയർ യു ഹാവ് ടു സ്പെഷ്യലി അതായത് get exposed to the neonatal unit, then you will understand more about this condition when you confronting a baby with a respiratory distress syndrome. Okay.